ഫുട്ബോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേതെങ്കിലും ഫുട്ബോൾ ഇങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ ആരാധനയ്ക്ക് പാത്രമായ ഒരു വലിയ സംഭവമായിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും സിമ്പിളായിട്ടൊരു കളിയാണെന്നാണ്. മനുഷ്യൻ്റെ മുന്നിൽ ഉരുണ്ട ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ തല ഇങ്ങനെ തട്ടി കളിച്ച് അത് ഏതോ കാലത്തോട്ട് തുടങ്ങിയാന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ്. എന്നാൽ അത്രയ്ക്ക് സിമ്പിൾ അല്ലാത്തതുകൊണ്ടാണ് അതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയം കലരുകയും അതിനകത്ത് പലതരത്തിലുള്ള പുതിയ സാങ്കേതികമായിട്ട് സംഗതികളൊക്കെ വെച്ചുള്ള നിയമങ്ങളൊക്കെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൂടിയാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്നലെ കളി കാണുമ്പോൾ എനിക്കും അവിടെ എന്തൊരു മനോഹരമായ ഗോളാണ് ഈജിപ്റ്റ് അടിച്ചത്. ഈ ഫൗൾ എന്ന് പറയുന്ന ഈ സംഗതിക്ക് ശേഷം കൊണ്ടുപോയി അടിച്ചതെന്നുള്ള കാര്യം എനിക്കും തോന്നിയിരുന്നു. അതിലൊരു ചെറിയ വിഷമവും തോന്നി. പക്ഷേ ഹർഷൻ പറഞ്ഞതുപോലെ ഈ 13 മിനിറ്റ് അല്ലേ, ബാക്കിയുള്ള 13 മിനിറ്റിൽ, അതായത് നോർമലി ഒരു ടീം നമ്മൾ കാണുന്ന ഒരു ടീമാണെങ്കിൽ അത്രയും നേരത്തെ ഈ 73-79 മിനിറ്റ് നേരത്തെ കളിക്കിടയിൽ ഇത്രമാത്രം തിരിച്ചടികൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു ക്ഷീണവും മറ്റുമൊക്കെ ആളുകൾക്ക് വരും. അതായത് ഞങ്ങൾ തോൽക്കുകയാണ് എന്ന ആ ആത്മവിശ്വാസക്കുറവ് സ്വാഭാവികമായിട്ടും അവരെ കൂടുതൽ പരാജയപ്പെടുത്തുക ചെയ്യുക. അവിടെ നിന്ന് പോയിട്ട് ഇത് ജയിച്ചു വന്നു എന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ എന്താണ് മനുഷ്യർക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ, എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്. അതായത് നിങ്ങൾ പരാജയപ്പെട്ടാലും പരാജയപ്പെടുന്നില്ല, നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ എന്ന്, അല്ലേ? അതായത് നിങ്ങൾ ഏറ്റവും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണു എന്ന് പറഞ്ഞാലും അവിടെ വെച്ച് നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾ വീണ്ടും ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിജയം നിൽക്കും എന്നൊരു മെസ്സേജാണല്ലോ ഈ ഫുട്ബോളൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നൽകിയ നല്ല മനോഹരമായ ഒരു കളിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ വന്ന് നോക്കും ഇതാണ്. പിറ്റേന്ന് രാവിലെ അന്നേരം മുതൽ വലിയ തരത്തിലുള്ള ബഹളമാണ്, ചർച്ചയാണ്. നമ്മളിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് സാങ്കേതികമായിട്ട് ഏറ്റവും അടുത്ത് ഹർഷൻ പറഞ്ഞതുപോലെ ഏറ്റവും സൂക്ഷ്മമായിട്ട് ക്യാമറ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം പോലും ഉണ്ട്. എന്നിട്ടും മനുഷ്യർക്കിടയിൽ തർക്കമാണ്. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ 2-3 അഭിപ്രായങ്ങളൊക്കെ അവരവർക്ക് വലിയ ശരിയാണെന്ന് തോന്നുന്നു. ഒരു വിഭാഗം എതിർക്കുന്ന കാര്യം വളരെ പിന്നെ ഒരു വിഭാഗം ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന കാര്യം തന്നെ മറ്റൊരു വിഭാഗത്തിന് വലിയ എതിർപ്പിന് കാരണമാകുന്നു. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ സ്വഭാവത്തിലെ ഈ പറയുന്ന ഏറ്റവും ബേസിക്കായുള്ള സംഗതികൾ കാണിച്ചില്ല. അതായത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അതൊന്നുകൂടെ വീണ്ടും സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റയിലും മറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറിയ എന്ന് വെച്ചാൽ ക്യാമറ ദൃഷ്ടിയിൽ അത് കാണുന്നുണ്ട്. എന്നിട്ടും പക്ഷേ ഇതെന്താ സംഗതി എന്ന് മനുഷ്യർക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഹർഷൻ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാര്യം. അതായത് ഇതിൻ്റെ പേരിൽ ആളുകളിങ്ങനെ വഴക്കടിക്കുന്നത്. ഇപ്പം സാധാരണ കളി കാണുന്ന ആളുകൾക്ക്, ഇപ്പോൾ കളിയോട് വലിയ ആരാധനയുള്ള ആളുകൾക്ക് ഇപ്പോൾ എൻ്റെ മെസ്സി ജയിക്കണമെന്നും എൻ്റെ അർജൻറ്റീന ജയിക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ തന്നെ മറ്റേ ആൾ തോറ്റ ഒരു വിഷമം കൂടെ തോന്നും. കാരണം ഇങ്ങനെ ഒരു കളികളെല്ലാം കളിച്ചിട്ട് അവർ അയ്യോ വിഷമിച്ച് അവിടെ പോയിരിക്കുന്നു, ആളുകളുടെ കണ്ണെന്ന് കണ്ണീര് വരുന്നു. സന്തോഷം കൊണ്ടും കണ്ണീര് വരും, പിന്നെ വേദന കൊണ്ടും കണ്ണീര് വരും. അപ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കളി അവിടെ തീർന്നാൽ വിജയിച്ച ആളുകളുടെ ടീമിന് സന്തോഷം വരുമ്പോൾ തന്നെ മറ്റവൻ്റെ ഒരു വിഷമം മനസ്സിലാക്കുക കൂടെ ചെയ്യാതെ ഇത് ഭയങ്കരമായിട്ടുള്ള തർക്കമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം ഇപ്പോൾ അതായത് ഏറ്റവും കലുഷിതമായ കാലത്ത് നടക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. ഇപ്പോൾ ഇതിനു മുമ്പും വേൾഡ് കപ്പുകൾ നടക്കുമ്പോൾ കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് ഇത്രയ്ക്ക് 2 യുദ്ധം നടക്കുകയാണ്. ഈ പറയുന്ന ഗാസയിലൊക്കെ വംശഹത്യ തന്നെ നടക്കുകയാണ്. ആളുകൾക്ക് ഏത് മനുഷ്യർക്കും പക്ഷം പിടിച്ചു പോയേക്കാവുന്ന, എനിക്ക് കിട്ടാവുന്ന വേദികളിൽ ഇതിനെതിരെ പറയണമെന്ന് തോന്നാവുന്ന മട്ടിൽ കുട്ടികളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ട്രംപിനെ പോലത്തെ ഒരു വിടുവായനും ഒക്കെ ആയിട്ടുള്ള ഈ ചങ്ങാതി ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടൊരു രാഷ്ട്രത്തിനെ തലപ്പത്തിരിക്കുകയാണ്. അയാൾ കളി കണ്ടിട്ട് പറയുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ ഇപ്പോൾ എനിക്ക് വൈദഗ്ധ്യമില്ല എന്ന് പറയുന്നത് എനിക്ക് പോലും ചിരി വരും. അതായത് അയാൾ എൻ്റെ ഏറ്റവും നല്ല കളിക്കാരനാണ്, റെഡ് കാർഡ് കൊടുക്കരുത് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമാതിരി വർത്തമാനം പറയുന്ന, ഇപ്പോൾ വൈദഗ്ധ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലും ഇപ്പം ഞാനിത് എന്നാലും നമുക്ക് സംസാരിച്ചേക്കാം എന്ന തോന്നലുണ്ടായതിനൊക്കെ ഒരു കാരണം കൂടിയുണ്ട്. അത് ട്രംപിൻ്റെ വർത്തമാനങ്ങൾ ഒന്ന്. രണ്ടാമത്തേത് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ കാണുകയാണ്. 2 പെൺകുട്ടികൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ, എന്തോ സിനിമ ലൊക്കെയുള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി പറയാണ്, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കളി ഭ്രാന്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബാഴ്സലോണ എന്നാണ് ഈ കുട്ടി ഉത്തരം പറയുന്നത്. ബാഴ്സലോണ കണ്ടോന്നറിയില്ല ഹർഷൻ. പിന്നെ അപ്പോൾ ക്ലൂ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അർജൻറ്റ് എന്ന് പറയും. എന്നിട്ടും ഈ സംസാരിക്കുന്ന ആൾക്ക് അർജൻറ്റീന എന്നൊരു പേരറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെ ലോകത്തുണ്ട് എന്ന് ഈ വലിയ കളി വിദഗ്ധരായിട്ടുള്ള മനുഷ്യർ ലോകത്തല്ല ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം വലിയ കളി വിദഗ്ധരായിട്ടുള്ള ആളുകൾ കാണണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ ലോകത്തിൽ തന്നെ ഈ ഫുട്ബോൾ പുസ്തകങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും വലിയ അതായിട്ട് ആളുകൾ പറയുന്നത് ഈ എഡ്വാർഡോ ഗലിയാനോയുടെ ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് ഫുട്ബോൾ ഇൻ സൺ ആൻഡ് ഷാഡോ എന്ന് പറഞ്ഞിട്ടാണ്. വലിയ എഴുത്തുകാരും ഈ ഫുട്ബോൾ മേഖലയിലെ ആളുകളെല്ലാം വളരെ പ്രശസ്തമായിട്ട് ഉദ്ധരിക്കുന്ന ഭയങ്കര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ കവറിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഫുട്ബോൾ ഈസ് എ പ്ലഷർ ദാറ്റ് ഹേർട്സ് എന്നാണ്. വേദനിപ്പിക്കുന്ന ഒരു സന്തോഷമാണ് ഫുട്ബോൾ എന്നാണ് അതിൻ്റെ ഒരു ഫുട്ബോളിനെ പറ്റിയിട്ട് ഒറ്റ വരിയിൽ എഡ്വാർഡോ ഗലിയാനോ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് വേദനയുണ്ട്. അതിപ്പോൾ ഈജിപ്തിൻ്റെ വേദനയാണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് ഉണ്ടാവും. ഇതുപോലൊരു കാലത്ത് നടക്കുമ്പോൾ പൊളിറ്റിക്സ് ഉണ്ടാവും. പലതരത്തിലുള്ള ഈ പറയുന്ന റേസിസ്റ്റ് സംഗതികൾ, ഇതുപോലെ വലിയൊരു വേദിയാകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ
ആ ഒരു വേദന ഈജിപ്തിൻ്റെ ഫാൻസിന് ഉണ്ടായിട്ടുണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെയൊരു വലിയ മത്സരത്തിനൊടുവിൽ അർജൻറ്റീന ഔട്ടായി പോയത് തിരിച്ചു വന്നതിൽ അർജൻറ്റീനയും അർജൻറ്റീന വിരുദ്ധരും എന്ന മട്ടിൽ നിൽക്കുന്ന കേരളത്തിലും ഈ മട്ടിലെ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു കാര്യം ഹർഷ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ അർജൻറ്റീന ഫാൻസ് ആകപ്പാടെ കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ദയവേത്. അത് നമ്മൾ കളി എന്ന് പറഞ്ഞാൽ കളി എന്നത് എന്ന പ്രയോഗത്തിൽ തന്നെ മലയാളത്തിൽ ഗൗരവത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടല്ലേ നമ്മൾ കളിമട്ടിൽ ഗൗരവമായിട്ട് എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു കളിക്കകത്തും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കളിക്കകത്തും തീരെ നിസ്സാരമായ കാര്യങ്ങളല്ല. പക്ഷേ എന്നാലും അതിനൊരു നിഷ്കളങ്കതയുടെ ഒരു ആനന്ദം കൂടെയുണ്ട്. ഇപ്പോൾ 10-30 വയസ്സും 40 വയസ്സൊക്കെയുള്ള ആളുകൾ ഒരു പന്തിന് പിന്നാലെ ഇങ്ങനെ ഓടുക എന്ന് വെച്ചാൽ, നോർമലി നമ്മൾ റോഡ് മേലെ നടക്കുകയാണെങ്കിൽ ഇവനൊട്ടും സീരിയസ് അല്ലാത്ത ഒരാളാണെന്ന് പറയാം. പക്ഷേ ഇത് മെസ്സിയും മറ്റുമൊക്കെ ഈ പ്രായത്തിൽ ഓടുന്നത്, അപ്പോൾ അത് കളി വളരെ ഗൗരവമുള്ളൊരു കാര്യം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെ വല്ലാത്ത തരത്തിൽ ഈ പൊളിറ്റിക്സ് കയറിയിട്ട് അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ ഈ വലിയ ചരിത്രത്തിനകത്തുള്ള വംശീയതയും പിന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തിരിപ്പൻ സംഗതികളും എല്ലാം അർജൻറ്റീന എന്ന് പറഞ്ഞ ഫുട്ബോൾ ടീമിനെ അംഗീകരിക്കുകയും സന്തോഷിക്കുക, കളി കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മേൽ ചാർത്തി കൊടുക്കുക എന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കാം. പക്ഷേ അത് അവരുടെ മേൽ ചാർത്തി കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ആനന്ദിക്കുന്നത് വലിയ കുറ്റമാണ് കേട്ടോ എന്ന് പറയുന്നത് അങ്ങേയറ്റം ബോറായിട്ടുള്ള പരിപാടിയാണ്, എബ്സേർഡായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ അർജൻറ്റീനക്കാരോട് അവരുടെ കവിത എഴുത്തിനെക്കുറിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പറയുക. അവർ കവിത എഴുതുന്നു, അവർ ജയിക്കുമ്പോൾ കൂടുതലായിട്ട് പറയുന്നു. ഇതിപ്പോൾ ഇന്നലെയൊക്കെ കണ്ട കളി കണ്ടാലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പോലും കവിത എഴുതി പോകും. എന്നുവെച്ചാൽ അതൊരു രസമുള്ള പരിപാടിയാണ്. ഇത്രയും അവസാനം വീണടിഞ്ഞെടുത്ത് നിന്ന് ഇവർ ഉണർന്ന് എഴുന്നേറ്റ് വന്ന് ഗംഭീരമായിട്ട് കളിക്കുന്നു. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും കളിയെ ഗൗരവത്തിലെടുക്കുന്ന ആളുകൾക്കെല്ലാം അതേക്കുറിച്ച് 2 വർത്തമാനം പറയാൻ തോന്നുന്നു. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അമേരിക്കയോട് സാമ്രാജ്യത്വ വിരുദ്ധതയുള്ള എത്രയോ ആളുകളുണ്ട്, അല്ലെ അമേരിക്ക എന്ന രാജ്യത്തോട് വലിയ ശത്രുതയുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഈ ഹോളിവുഡ് സിനിമയെ കണ്ട് സന്തോഷിക്കുന്നില്ലേ, അല്ലെ സന്തോഷിക്കാൻ പാടില്ലേ? നമ്മളിപ്പോൾ ഹോളിവുഡിൽ സിനിമ കണ്ട് സന്തോഷിച്ചാൽ ഉടനെ അയ്യോ നിങ്ങൾ അമേരിക്കയുടെ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെ അമേരിക്കക്കാരനാവുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറ്റബോധത്തിലാക്കാൻ പാടുണ്ടോ? എന്ത് തരം ലോജിക്കാണ്? അപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്നൊരു വലിയ രാജ്യമാണ്. അപ്പോൾ അർജൻറ്റീന എന്ന രാജ്യത്തിൽ അതിൻ്റേതായുള്ള രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾ, അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ, അതിൻ്റേതായിട്ടുള്ള മോശം ലീഡേഴ്സ്, മോശമായിട്ടുള്ള ചരിത്രം എല്ലാം ഉണ്ടാവും. അതെല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. എന്ന് വെച്ചിട്ട് ആ കളി അവിടെ കണ്ട് ആസ്വദിക്കുന്ന മെസ്സിയോടും വലിയ ആരാധനയും മറ്റുമുള്ള ഈ കളിയുടെ ആസ്വാദകരായിട്ടുള്ള മനുഷ്യരാകപ്പാടെ അയ്യോ നിങ്ങൾ അതുകൊണ്ട് കുറ്റബോധത്തിലാറണം എന്ന് പറയുന്നത് ശരിയല്ല. ഈ പറയുന്ന ഫാൻ ഫൈറ്റൊക്കെ നടക്കാം, അതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊക്കെ വായിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടുപോയ കളിയാണെങ്കിലും ഇത് ലോകത്താകപ്പാടെ എല്ലാവരും ഒക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാകുന്നതുകൊണ്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട രസമുള്ള കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അയ്യോ എനിക്കറിയാവുന്ന ഒരു അർജൻറ്റീന ഫാൻ അവൻ ഇത്രയും മോശക്കാരനാണോ എന്ന് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അർജൻറ്റീന ഫാൻ തന്നെ തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ പരിപാടി നിർത്തി വെച്ചിട്ട് ബാക്കി കളിയോട് കാണണമെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ ചീത്ത വിളിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം.